പല പല വീഡിയോകളിലുള്ള രീതിയിലുള്ള ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആക്കി ഇത് മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ, അതായത് എൻ്റെ തലച്ചോറിൽ നിന്നും ഞാൻ ചിന്തിച്ച് ഞാൻ എന്തെങ്കിലും ആവുമോ അല്ലെങ്കിൽ ആവാതിരിക്കുകയോ ചെയ്യുള്ളൂ. ഒരുപക്ഷെ നമ്മളൊന്നും ആവാതിരിക്കും, അല്ലെങ്കിൽ ആവാം. എന്തായാലും മരണം എന്നത് എനിക്കുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെടും. ഇപ്പോൾ എന്നെ ഇഞ്ചക്ഷൻ അടിക്കാൻ എന്നെ ഇഞ്ചക്ഷൻ അടിച്ചത് സുരേഷ് ഡോക്ടർ അല്ല. സുരേഷ് ഡോക്ടർ വേറെ പണിക്കാരെ വെച്ചിട്ട് വേറെ ഡോക്ടർമാർ വന്നിട്ടാണ് ഇഞ്ചക്ഷൻ അടിച്ചത്. ആ ഇഞ്ചക്ഷൻ അടിച്ചവർ മരണപ്പെടും, ആ ഇഞ്ചക്ഷൻ്റെ മരുന്ന് കണ്ടുപിടിച്ചവർ മരണപ്പെടും, ഈ പറഞ്ഞ എല്ലാവരും മരണപ്പെടും. അപ്പം എല്ലാവരും മരണപ്പെടും. ഇപ്പം എന്നെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയതിൻ്റെ കാരണക്കാർ, അതായത് വല്യച്ഛൻ്റെ വീടിൻ്റെ കുറ്റി അടിച്ചവർ, അതുപോലെ ആ കുറ്റി അടിച്ചതിൻ്റെ പേരിൽ ഈ ഹോസ്പിറ്റൽ അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തവർ, അങ്ങനെയുള്ള എല്ലാവരും മരണപ്പെടാനുള്ളതാണ്. ഒരു സംശയമില്ല. അത് ഒരു സമയം എന്തായാലും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് മരണപ്പെടുന്നില്ല. പക്ഷെ ഓരോരുത്തരെ ശ്രമം നടത്തിയാണ്, അവരവരുടേതായ ശ്രമം നടത്തി എങ്ങനെയും ഇവനെ പൊട്ടി തമർക്കണം. അതായത് എന്നെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ സംഭവം ചെയ്തവരുണ്ടാവാം. അതല്ല എന്നെ അവരുടെ ലെവലിലേക്ക് എത്തിക്കുക. ഒരു കാരണവശാലും അത് നടക്കുന്ന കേസല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ എൻ്റെ വല്യച്ഛൻ്റെ അതിർത്തി കുറ്റടിച്ചവരും ശരി, വല്യച്ഛൻ്റെ മക്കളായാലും ശരി, മക്കളെ മക്കളായാലും ശരി, ഇനി അവിടുത്തെ വല്യമ്മയായാലും ശരി, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ ജീവിച്ചോ.